എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുന്നു. ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അതുപോലെ പെരുമാറുന്നു. ചെറിയ വീടാണെങ്കിലും അകത്തുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ആഹാ, എങ്കിലും അത് അറിഞ്ഞിട്ട് അടുത്ത ബസ്സിന് ഞാൻ പോകുന്നുള്ളൂ. ശിവൻ വിജി അല്ലേ? ശിവൻ പറഞ്ഞതാണ് നീ ഇനിയും വിജി മോഹൻ അല്ല, ശിവൻ വിജിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? ശിവൻ പറഞ്ഞതാണ് നീ ഇനിയും ശിവൻ വിജിയാണ്. വെറുതെ തമാശ കളിക്കരുത്. ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി, ധർമ്മപത്നി. എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു എളി? കൊറേ നേരം ആയല്ലോ. ഒന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ, പാവപ്പെട്ട പത്നി, ധർമ്മപത്നി. ഭയങ്കര സ്നേഹം. പ്രേമത്തില നിങ്ങള്? പതുക്കെ എല്ലാരും കൂടെ ചേർന്ന് തന്നെ തല്ലി കൊന്നുകളയും. നീ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു. ആദ്യം പ്രേമം പറഞ്ഞാരാ? പ്രിയങ്ക. പറഞ്ഞ മോളി നീ എന്നെ അച്ഛനൊന്ന് വിളിക്കരുത്, നീ എന്റെ പ്രിയതമയാന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? അഗസ്ത്യ മുനിവർ എൻ മടിയിൽ വന്നിരുന്നു. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അന്നേരം ഞാൻ പിടിച്ചൊറ്റ തള്ളി. കൊണ്ട കൊച്ചു ചെറുക്കൻ്റെ കണക്ക് ഇരിക്കുന്നത്, എന്തൊരു വെയിറ്റാന്ന്. വെറുതെ അമ്മ പറഞ്ഞ വിളിപ്പുറത്താ. ആ വിളിപ്പുറത്തെത്തും. നിങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നണേ. ഇപ്പൊ ഇവിടെ അങ്ങനെ നിൽക്കും. ബെഡ്റൂം രഹസ്യം ആർക്കും പറയാന്ന് പറഞ്ഞു. അയ്യോ, രഹസ്യം പറയരുതെന്ന്. ഓർമ്മ വെച്ച കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ. എന്നിട്ടും എന്നോടിങ്ങനെ 16-ാം തീയതി കാലൻ വരിക കയറും കൊണ്ട്. നിന്റെ അപ്പനെ കെട്ടിക്കാനാ ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. മുടിവാരി കെട്ടും ദൈവത്തിന് തൊഴും. ഭയങ്കര വഴക്കൊക്കെ ആയി അമ്മായിയമ്മ. അവളെ ഇങ്ങോട്ട് അരച്ച് കാലക്ക് തന്നാണ്ടല്ലോ കുടിക്കാൻ ഞാൻ. എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ. കെട്ടുന്നെങ്കി അയാളെ കെട്ടു. എടാ ഇത് മറ്റേ കേസാടാ. വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി.